അട്ടിമറിക്കപ്പെട്ട ഒതായിയും എടവണ്ണയും ഉൾപ്പെടെയുള്ള പള്ളികളിലെ ആരാധനകൾ അത് സ്വഹാബിമാർക്ക് പരിചയമുള്ളതല്ല. അല്ല, ഇതൊരു സുന്നി മൂല്യരല്ലേ പറയുന്നത് എന്ന് കരുതി തള്ളണ്ട. ഇതേതാണ് രേഖ? ഇത് പുസ്തകമേതാണ്? KM മൗലവി അറിയാത്ത ഒതായി നിവാസികൾ ഉണ്ടാവില്ല. KM മൗലവി എഴുതിയ പുസ്തകമാ. എന്താ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം? ജുമുഅയുടെ ഭാഷ പ്രാദേശിക ഭാഷയാക്കണമെന്ന് സ്ഥാപിക്കാനും ന്യായീകരിക്കാനും എഴുതിയ പുസ്തകമാ KM മൗലവിയുടെ ജുമുഅ ഖുതുബ. ആ ജുമുഅ ഖുതുബയിൽ പ്രാദേശിക ഭാഷയിലേക്ക് ഖുതുബയെ ട്രാൻസ്ലേഷൻ നടത്താൻ ന്യായവാദങ്ങൾ ഒരുപാട് ഉന്നയിച്ച KM മൗലവി എഴുതി അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ കേൾക്കുന്ന മുഴുവൻ വിശ്വാസികളും ഇഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കേണ്ട വിഷയം. സലീം മമദാനി പറയുന്നു, സുന്നത്തി ജമാഅത്ത് എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് സ്വഹാബിമാർക്ക് പരിചയമുള്ള കർമ്മം എവിടെ? അവിടെയാണ്. എന്നാൽ നോക്ക് നിങ്ങൾ, KM മൗലവി പറയുന്നത് എങ്കിലും എന്ന് പറഞ്ഞാൽ ഖുതുബ മലയാളത്തിലാക്കണമെന്ന് നമ്മൾ വാദിച്ചാലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യമെന്ന് KM മൗലവി ആണയിട്ട് പറയുന്നു. സ്വഹാബികൾ, താബിഉകൾ എന്നീ സദൃത്തരായ മുൻഗാമികൾ അനറബി നാടുകളിൽ, കേരളത്തിലൊന്നു മാത്രമല്ല ഏത് പ്രാദേശിക രാജ്യങ്ങളിലേക്ക് ചെന്നിട്ടും അവിടങ്ങളിലൊക്കെ ഖുതുബ നിർവഹിച്ച സ്വഹാബിമാരുണ്ട്. ആ സ്വഹാബിമാരിൽ നിന്ന് മതം സ്വീകരിച്ച പൂർവികരുണ്ട്. അവരൊക്കെ പ്രദേശത്തുകാർ തന്നെയാണ്, പ്രാദേശിക ഭാഷ അറിയുന്നവരാണ്. പക്ഷേ KM മൗലവി പറയുന്നു, അവരാരും പള്ളികളിലെ ഖുതുബ പ്രാദേശിക ഭാഷയിൽ നിർവഹിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. നിഷ്പക്ഷമായി നിങ്ങൾ വിലയിരുത്തണം. എന്താണ് ഈ നവോത്ഥാനത്തിന്റെ അടിത്തട്ടെന്ന് ആലോചിക്കണം. KM മൗലവി ഖുതുബ ഭാഷ ന്യായീകരിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, നമ്മൾ അതൊക്കെ പറഞ്ഞാലും ഇത് സ്വഹാബിമാർക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല. പിന്നെ ആരത് പരിചയം? ആർക്കാണിത് പരിചയം? ഇത് കണ്ടോ, ഹാജി അബ്ദുള്ള സേട്ട്, പരേതനായ ഹാജി അബ്ദുള്ള സേട്ട് എന്ന പേരിൽ മുജാഹിദുകൾ ഒരു മുജാഹിദുകാരനവരെ കുറിച്ച് എഴുതിയ പുസ്തകമാ. ആ പുസ്തകത്തിൽ വഹാബികൾ എഴുതുന്നു, മുജാഹിദുകൾ രേഖപ്പെടുത്തുന്നു. എന്താ എഴുതുന്നത്? കേരളത്തിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഖുതുബയോദിയത് സ്വഹാബിമാരുടെ പള്ളിയിലല്ല, തൊട്ടടുത്ത തലമുറയല്ല. ഏകദേശം 1940കളിൽ മട്ടാഞ്ചേരിയിലെ ഹാജി അബ്ദുള്ള സേട്ട് എന്ന് പറയുന്ന മുജാഹിദ് പൗരപ്രമുഖൻ, അദ്ദേഹത്തിന്റെ കാശ് കൊണ്ടുണ്ടാക്കിയ പള്ളിയില ഈ പരിപാടി ആദ്യമായി നടന്നത്. നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ, എന്താണ് സലീം മമദാനി പറഞ്ഞത്? സ്വഹാബിമാർക്ക് ഇത് പരിചയമുണ്ടോ? ഞാൻ പറയുന്നു, ഈ രാജ്യത്തെ ജനങ്ങളോട് നിങ്ങളിത് വിശദീകരിക്കണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. എന്തേ കാരണം? മടവൂര് മുജാഹിദും ചങ്ങരംകുളം മുജാഹിദും വേർപിരിയാനുള്ള ഒരു കാരണമായി ചങ്ങരംകുളം മുജാഹിദുകാർ പറയുന്ന ഒരു കാരണമുണ്ട്. എന്താണത്? മുൻഗണനാക്രമത്തിന്റെ പേരിലുള്ള പ്രശ്നമാണ്. മടവൂര് മുജാഹിദ് പറഞ്ഞു, ഒരു സ്ഥലത്ത് തൗഹീദ് പൂർണ്ണമായി കഴിഞ്ഞാൽ, അങ്ങനെ പൂർണ്ണമായ തൗഹീദുള്ള നാട്ടിൽ, ഉദാഹരണം പറയുക മുജാഹിദിന്റെ ഭാഷയിൽ, എടവണ്ണയും ഒതായിയും പോലെയുള്ള പ്രദേശങ്ങളിൽ ഇനിയും നമ്മൾ ശിർക്ക് ഖുറാഫാത്ത് പറഞ്ഞ് സമയം കളയണ്ട. അവിടെ ഒരുപാട് ചെറുപ്പക്കാർ കള്ളു കുടിക്കുന്നുണ്ട്, മദിരാക്ഷിക്ക് അടിമപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത്തരം നാടുകളിൽ മുൻഗണനാക്രമം അത്തരം ധാർമ്മിക ചുതികൾക്ക് കൊടുക്കണമെന്ന. അപ്പോൾ ചങ്ങരംകുളം മുജാഹിദ് പറഞ്ഞത്രേ മടവൂര് ഖുറാഫിയാവുകയാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഉള്ളും മറ്റത് മുരുക്കുമാണ്, രണ്ടും ശ്രദ്ധിച്ചേ കയറാൻ പാടുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നൊരു വസ്തുതയുണ്ട്. ഇങ്ങനെ പറഞ്ഞ് മടവൂരിനെ കുറ്റപ്പെടുത്തുന്ന ഈ രാജ്യത്തെ ചങ്ങരംകുളം മുജാഹിദുകാർ അവരുടെ കേരളത്തിലെ ഈറ്റില്ലവും പോറ്റില്ലവുമായ എടവണ്ണയിൽ അവിടെയും തൗഹീദ് തന്നെ പറയുമെന്ന്